എടാ ബസാറിലൊന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആര്? അതാ ലക്കിയുടെ ആൾക്കാരാ. അതാ ആ റഷീദില്ലേ, അവനാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജോഗ, ടാക്സി കൊണ്ടുപോവാ, അവരെ നമുക്ക് ശരിയാക്കാമെന്നേ. ഹലോ റഷീദ് ഭായ്, എങ്ങോട്ടായി പോകുന്നേ? എടോ ഞാൻ വീട്ടിലേക്ക് പോവാടോ. ഇത്ര നേരത്തെയോ? എന്റെ അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്താടാ ഇത്? നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് വേട്ടയാടാൻ പോവാന്നേ. ഇല്ല, ഇപ്പൊ തന്നെ താമസിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാ. ഒന്ന് പോടാ, നീ വെറും പേടിത്തൊണ്ടനായി പോയല്ലോ. ശരി, ഒരു സിഗരറ്റ് ഉണ്ടേ താ. ആ സൈക്കിളിൽ നിന്ന് ഇറങ്ങ്. എന്താ ഇത്ര ധൃതി? അല്ല, നിന്റെ പെങ്ങക്ക് സുഖമല്ലേ? അവക്ക് സുഖം തന്നെയാ. ഓ, സുഖമായിട്ടിരിക്കുന്നോ? പന്ന കഴിവര്. എന്താണ് തിരിച്ചോടിക്കുന്നത്? എടുത്ത് വണ്ടി കയറടാ. പെട്ടെന്നാവട്ടെ, വേഗം കയറ്റ്. വേഗം അങ്ങോട്ട് കയറ്റടാ. ആ, വേഗം ഇറങ്ങ്. ആ ബോഡി എടുത്ത് പുറത്തേക്കിട്. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പോലീസാ. പോലീസുകാരൻ വരുന്നു. പോലീസോ? പേടിക്കാതെ നിക്ക്. എടോ ഇവിടെ എന്താടോ ചെയ്യുന്നേ? സാറേ ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ വീട്ടിൽ പോവാൻ നോക്ക്. സാർ പറയുന്ന കേൾക്ക് സാർ. ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ. നിങ്ങൾ പോവാൻ നോക്ക്. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്തോ കാര്യം ഇത്? പോലീസുകാരനെ വെടിവെച്ചിരിക്കുക. വേഗം വന്ന് കേറ്, വണ്ടി എടുക്ക്. അലവലാതി കാണാൻ വന്നിരുന്നോ? അവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ സ്ഥിതി ഇങ്ങനെ ആയതിന് ഞാനാണോ കുറ്റക്കാരി? എന്റെ മോനല്ലായിരുന്നെങ്കിൽ വരുവോ? ഈ ശിബൂര് മൊത്തം നിങ്ങളുടെ പേര് കേട്ടാ പേടിച്ച് വിറയ്ക്കും. നിങ്ങൾ അവളെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്ക്. പിന്നെ എനിക്ക് ആ സ്ത്രീയോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ വിരട്ടിയാലും നീ തോന്നുന്നത് പോലെ ചെയ്യും. സാരല്ല, ഇപ്പോഴും സഹായം ചോദിച്ചു വന്നില്ലേ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. വെറുതെ ന്യായം പറഞ്ഞോണ്ടിരിക്കാതെ ഫോൺ വിളിക്കാൻ നോക്ക്. എടാ ചെറ്റേ, ഇതിനു മുൻപ് നീ ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നിനക്ക് കുളിര് വിട്ടുപോയി. ഡോക്ടറൊക്കെ മുടങ്ങാതെ നോക്കുന്നല്ലേ? നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ എങ്ങനെയുണ്ട്? ഒരു ഹോമിയോ ഡോക്ടറോട് വരാൻ പറയട്ടെ? ഇത് പറയാൻ ഇത്രയും കഷ്ടപ്പെട്ട് നീ ഇവിടം വരെ വരേണ്ടതില്ലായിരുന്നോ? ഇതിലെന്ത് കഷ്ടം? അടുത്തൊരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ കണ്ടിട്ട് പോകാന്ന് വന്നേ. നിനക്കൊരു കുടുംബം ഉണ്ടെന്ന് കേട്ടു. വൈഫ് നിന്നെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറ. ജീവിതകാലം മുഴുവൻ ആണായിട്ട് ജീവിക്കണമെന്നാണോ ആഗ്രഹം, അതോ? ബുനി, ആ കത്തി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ.
ഇതുകൊണ്ട് വെള്ളരിക്ക വെട്ടാം. ചോറും റെഡിയാ, ഊണ് കഴിക്കുന്നോ? ഇല്ല വേണ്ട, കുഴപ്പമില്ല, വേണ്ട. അല്ല, റിപ്പോർട്ട് എന്തായി? ഇതില് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഭൂരിഭാഗം ഇൻഫർമേഷനും കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ നടുവിൽ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ? അതിൽ സംശയമൊന്നുമില്ല. സഹായം വല്ലതും വേണമെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കേ. തീർച്ചയായും. നിങ്ങൾ സഹായിക്കാതിരുന്നാൽ നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന വലിയ സഹായമാവും. അതല്ല, അവിടുത്തെ ചില ലോക്കൽ ആൾക്കാരെ നന്നായിട്ട് അറിയാവുന്നതാ. ആവശ്യമുണ്ടെങ്കിൽ നമുക്കവരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പാർട്ടി ലെവലിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ എനിക്ക് മറ്റന്നാൾക്കുള്ളിൽ കൃത്യമായ റിപ്പോർട്ട് തരണം. എന്താ, തരാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ കണ്ടൊന്ന് സംസാരിക്കാനിരിക്കുക. അവരെ നിരസിക്കില്ല എന്ന് കരുതുന്നു. അതിനെപ്പറ്റി ഓർക്കണ്ട, അവരവിടെ അത്രത്തോളം ഒന്നും സ്ട്രോങ് അല്ല. അതായത് എനിക്ക് തനിച്ചത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. എനിക്ക് ഇയാളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഓക്കെ. നോക്ക്, പാർട്ടിയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യ്. ഞാൻ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഹേയ്, ഓടിക്കോ. ഹേയ്, നിക്കാൻ.